ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എവൈ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി റിവ്യൂ ആയിട്ടാണ്. അതാണ് ഇത് മെറ്റിയോർ. നമ്മുടെ മെറ്റിയോറിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതായത് ഒരു എന്താ പറയുക യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ അത്ര ടെക്നിക്കലി എന്താ പറയുക ഇതൊന്നുമില്ല. നമ്മളൊരു സാധാരണക്കാരൻ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ സുഖമുണ്ടോ, അതിൻ്റെ ഒരു എന്താ പറയുക കംഫർട്ട് കാര്യങ്ങൾ, പവർ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാക്കി വീഡിയോയിലേക്ക് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഇത് നമ്മുടെ വണ്ടി, ഇതിൻ്റെ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലുക്കാണ്. അപ്പം ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് നോക്കൂ. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മിനി ഹാർലി എന്നൊക്കെ എനിക്ക് എൻ്റെ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പ്രിഫറൻസ് നോക്കിയിട്ട് ഞാൻ പറയുന്നത്. ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തണ്ടർബേർഡ് എന്നുമായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് വന്ന് ഇത് കണ്ടപ്പോൾ ഇത് ഓടിച്ച് നോക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ബാക്കിൽ ആ ലെങ്ത്തും ഒരു ഇന്ത്യാനേൻ്റെ ബൈക്കെല്ലാം എങ്ങനെയുണ്ടോ ആ ഒരു ഏറ്റവും എന്താ പറയുക കംഫർട്ടായിട്ട് ഏറ്റവും ക്രൂസിങ് ടൈപ്പായിട്ട് ഇറക്കിയൊരു വണ്ടിയാണ് മെറ്റിയോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ് വണ്ടീൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇവിടുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രണ്ട് ലുക്കാണ്. കാരണം ഇത് ഈ വിൻഷീൽഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്ന ഒരു വിൻഷീൽഡാണ്. ഒരു കൂളിംഗ് ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ വലിയ വിൻഷീൽഡും ഉണ്ട്. അത് ശേഷം ഒരു ക്രൂസിങ് ലോങ് ഡ്രൈവൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു വിൻഷീൽഡ് യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. ഞാനത് ഓണായി കാണിച്ചു തരാം. കണ്ടോ, ഒരു ഫുൾ റൗണ്ട് ഷേപ്പിൽ തന്നെ DRL വരുന്നുണ്ട്. പിന്നെ അത് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടയർ സൈസ് തന്നെയാണ്. 19 ഇഞ്ചാണ് ടയർ സൈസ് പറയുന്നത്. പിന്നെ ബ്രേക്ക് പാഡ് ആണെങ്കിൽ നല്ല ഒരു ഹെവി ബ്രേക്ക് ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വണ്ടിക്ക്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് എൻജിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഏകദേശം 20 bhp അറ്റ് 6100 RPM വണ്ടീൻ്റെ ഒരു bhp പറയുന്നത്. പിന്നെ ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ 27 Nm അറ്റ് ഏകദേശം 4000 RPM. പിന്നെ എല്ലാം സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു അടിപൊളി കവറിങ് കാര്യങ്ങളിലൊക്കെയാണ് വണ്ടീൻ്റെ എൻജിനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു കവറിങ് ഉണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വണ്ടി. BS6 മോഡൽ വണ്ടിയാണ്. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാൻ മറന്നെന്ന് തോന്നുന്നു. BS6 മോഡൽ വണ്ടിയാണ്. മെറ്റിയോർ 350 എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ഇവിടെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഒരു പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പുതിയ തന്നെ ഒരു ലുക്കായിട്ട് തന്നെയാണ് ഈ ഒരു ബാക്ക് സൈഡ്. ചെറിയൊരു എന്താ പറയുക പഴയ നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന ഒരു ടെയിൽ ലാമ്പ് പോലെ ഉണ്ട്. പക്ഷേ കുറച്ച് ഇറങ്ങി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു എന്താ പറയുക ടെയിലാണ് ഈ മെറ്റിയോറിൻ്റെ ടെയിൽ കാണിക്കുന്നത്. അതേപോലെ ഇതായാലും നല്ലൊരു വിസിബിലിറ്റി ഒക്കെ കൊടുക്കുന്ന അത്യാവശ്യം മോശമില്ലാത്തൊരു ടെയിൽ ലാമ്പാണ്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലും വണ്ടിക്ക് ഡിസ്ക്കാണ്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ഉണ്ട് വണ്ടിക്ക്. 17 ഇഞ്ച് വീൽ ബേസ് ഉണ്ട്. പിന്നെ അതേപോലെ നല്ല അടിപൊളി ഒരു ബാക്കിലും നല്ലൊരു ഡിസ്ക് പ്ലേറ്റ് തന്നെയാണുള്ളത്. നല്ലൊരു എന്താ പറയുക അത്യാവശ്യം ബ്രേക്കിംഗ് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് സപ്പോർട്ടും കിട്ടുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അതായത് ഇവിടെയുണ്ട് മെറ്റിയോർ 350 എന്ന് എഴുതിയിട്ട്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ ഒരു എന്താ പറയുക നന്നായിട്ട് എൻക്ലോസ് ചെയ്തിട്ട് നല്ലൊരു എൻജിൻ ആയിട്ട് നല്ലൊരു വൃത്തിയിൽ തന്നെയാണല്ലോ ചെയ്തത്. ഇവിടെ ഒരു എന്താ പറയുക റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടീൻ്റെ സീറ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. സീറ്റിംഗ് നിങ്ങൾ കണ്ടോ, ഒരു കുഴിയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ പില്ലനായാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ബാക്കിലൊരു എന്താ പറയുക ഒരു റെസ്റ്റും കൊടുക്കുന്നുണ്ട്. ഒരു ആംറസ്റ്റ് എന്നല്ലേ ഇത് പറയുക, ബാക്ക് റെസ്റ്റ്. അപ്പം ബാക്കിൽ ഒരു നല്ലൊരു ബാക്ക് റെസ്റ്റും കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ ഇരുന്ന് പോകാൻ പറ്റിയൊരു സംഭവമാണ്. അതിൻ്റെ ബാക്കിൽ തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേറ്റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇരുന്ന് വണ്ടി ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് മെറ്റിയോർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്താ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാൾക്ക് എൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു കറക്റ്റ് എൻ്റെ ഹൈറ്റ് എനിക്ക് അതിൽ 165 ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്.
അപ്പം ആ ഒരു ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആണ് വണ്ടിക്ക് കൊടുക്കുന്നത്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് കൊടുത്ത് ശരിക്കും നമ്മളെ ഒരു ക്രൂസിങ് ടൈപ്പാണ്. കുറച്ച് ഹാൻഡിലൊക്കെ കുറച്ച് നല്ല വൈഡാണ്. അതേപോലെ തന്നെ ഈ വണ്ടീൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പാഡ്, ഈ റെസ്റ്റ് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് ഒരു പുഷ് കൊടുത്തിട്ടുള്ളൊരു ടൈപ്പായിട്ട് അങ്ങനത്തെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് വണ്ടിക്ക് കിട്ടുന്നത്. ശരിക്കും എന്താ പറയുക, റൈഡിങ് കംഫർട്ടിന് പറ്റിയ വണ്ടി. കാരണം നമ്മൾ കൂടുതലും അറിയാമല്ലോ, നമ്മൾ കൂടുതലും നല്ല റൈഡിങ് കംഫർട്ട് ആഗ്രഹിക്കുന്നതാണ്. കാരണം ലോങ് പോകുന്നതുകൊണ്ട് തന്നെ റൈഡിങ് കംഫർട്ടും ആവശ്യത്തിന് പവറും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ഭംഗിയില്ല അല്ലേ ഗൈസ്. ഇനി മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മീറ്ററാണ്. ശരിക്കും എന്ത് രസമായിട്ടാണ് അവർ ഈ മീറ്റർ ചെയ്തതെന്നുള്ളതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ശരിക്കും നല്ല അത്യാവശ്യം ഒരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് ആയാലും കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം. പിന്നെ നല്ല 2 മിറേഴ്സ് ഉണ്ട്. അതേപോലെ ഈ വിൻഷീൽഡ് ശരിക്കും മറ്റേ വിൻഷീൽഡാണ്, ഒരു ക്രൂസിങ് ടൈപ്പ് വിൻഷീൽഡാണ്. കുറച്ചും കൂടെ നല്ല ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് വരെ വരും. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടോ. മീറ്റർ കൺസോൾ ഇവിടെ ഒരു RE എന്നൊക്കെ എഴുതി കാണിച്ച് റൈഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ വണ്ടി ന്യൂട്രാണ്, പിന്നെ എൻജിൻ്റെ കാര്യം, പെട്രോളിൻ്റെ ABSൻ്റെ സൈന്, പിന്നെ വണ്ടീൻ്റെ മീറ്റർ, പിന്നെ പെട്രോളിൻ്റെ ഈ സംഭവം എന്ന് കാണിക്കുന്നത് അവിടെ മിന്നി കളിക്കുന്നത് ഇങ്ങനെ പെട്രോളിൻ്റെ ഇഗ്നിഷനെല്ലാം കാണിക്കുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ഉണ്ട്, ട്രിപ്പ്, ടൈം എല്ലാം അത്യാവശ്യം നല്ലൊരു ഇൻഫോർമേഷൻസ് എല്ലാം തരുന്നൊരു എന്താ പറയുക മീറ്റർ കൺസോൾ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളിൻ്റെ കാരണം 2 ചെറിയ ഉണ്ട, ഒരു വലിയ ഉണ്ട, നല്ല രസമുള്ള 2 ഉണ്ടകൾ, നല്ല രസമുണ്ട്. പിന്നെ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ഓണാവും, ചില എൻജിൻ ഓണാവും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മുക്കി പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഗൈസ് ഇനി ഞാൻ നിങ്ങൾക്ക് വണ്ടീൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് വണ്ടീൻ്റെ സൗണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വണ്ടി അത്യാവശ്യം നല്ല അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അതൊരു വണ്ടീൻ്റെ ഒരു തീം അവർ കൊണ്ടുവന്ന് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ശ്രദ്ധിക്കണം. കാരണം ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ ഈ DRL കത്തി ഇവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു തീം തന്നെയാണ് വണ്ടിക്ക് ഫുള്ളായിട്ട് അവർ കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ അതേപോലെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റർ കേട്ടോ. അതും ഞാൻ പറയാൻ മറന്നുപോയി, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു തീം, ഇതിങ്ങനെ സർക്കിളായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ്. അതേപോലെ തന്നെ വണ്ടീൻ്റെ ബ്രേക്ക് ലൈറ്റിലും അതേ ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ആ ഒരു തീം അവർ എപ്പോഴും കീപ്പ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ക്രൂസിങ് ആഗ്രഹിക്കുന്ന, ലോങ് ഡ്രൈവ് ക്രൂസിങ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ റെഫർ ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സീറ്റിംഗ് കംഫേർട്ട്, ബാക്ക് സീറ്റിലിരിക്കുന്നത് അടിപൊളിയാണ്. ഇനി ഞാനൊന്ന് എന്താ പറയുക, ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസും കൂടെ നിങ്ങൾ കാണും. വണ്ടി ഓടിക്കുകയാണ്, നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി കംഫർട്ടാണ് ഗൈസ്. അടിപൊളി കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇരിക്കാനും ഓടിക്കാനും. കാരണം ഈ വൈഡായിട്ടുള്ള ഈ ഹാൻഡിൽ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സുഖമുണ്ട്. പിന്നെ എൻജിൻ എന്ന് പറഞ്ഞാൽ നല്ല റിഫൈൻഡ് എൻജിനാണ്. നല്ല, അതായത് സൗണ്ട് കുറവാണ്, വൈബ്രേഷനും
സത്യം പറഞ്ഞാൽ അത്ര വൈബ്രേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, എന്താ സാധാരണ ഒരു റോയൽ എൻഫീൽഡ് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് ഓടിക്കുമ്പോൾ വൈബ്രേഷൻ ഇല്ല എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ പോകുന്നത് തന്നെ, ഇതിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ അധികം സ്പീഡൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാലും ഓടിക്കാൻ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. പിന്നെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ ഹോണ്ട ഹൈനസ് ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, അതിൻ്റെ ക്ലച്ച്. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത് അതേപോലെ ഷിഫ്റ്റിങ്, ഗിയർ ഷിഫ്റ്റിങ് അത്രയും കംഫർട്ടാണ്. 5 ഗിയർ ഉണ്ട് ഈ വണ്ടിക്ക്. ആ 5 ഗിയറിൽ എനിക്ക് ഏകദേശം 40-50 ഇടയിൽ ഈ ഒരു സ്പീഡിൽ കൂളായിട്ട് വണ്ടിയിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ത്രോട്ട് കൊടുത്താൽ തന്നെ ചെറിയൊരു ലെഗ് റൂമിൻ്റെ അവിടെ ഒരു ചെറിയതായിട്ടൊരു വൈബ്രേഷൻ അടിക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ആകുമ്പോൾ അതെങ്കിലും ഉണ്ടാവണ്ട, ഒരു വൈബ്രേഷൻ ഇല്ലാണ്ട് എന്ത് രസമാണ്. പക്ഷെ വണ്ടി സത്യം പറഞ്ഞാൽ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് ഞാൻ പറയാം. കാരണം ഓടിക്കാൻ ഇത്ര കംഫർട്ടൊന്നും ഞാൻ എക്സ്പെക്റ്റഡേ ഉണ്ടായിരുന്നില്ല. ഓടിക്കാൻ അത്രയും നല്ല കംഫർട്ട് തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ നമ്മുടെ റോയൽ എൻഫീൽഡ് മെറ്റിയോർ 350 എന്ന് പറയുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇനി ചെറിയൊരു ഓഫ് റോഡിംഗ് ഒന്നുമല്ല, ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ റോട്ടിൽ കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വണ്ടി എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്, നമുക്ക് ഇരിക്കാനും ഒക്കെ സുഖമുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുൾ ഓഫ് റോഡ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു മണ്ണ് കൂടി എല്ലാം കൂടെ കുണ്ടും കൂടിയതായി നല്ല സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് ഗൈസ്, പൊളി സസ്പെൻഷൻ. കാരണം അത് നമ്മൾ ഈ വഴിയിൽ കയറ്റിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓഫ് റോഡിങ്ങിന് വേണ്ടി ഇറക്കിയ വണ്ടി അല്ലെങ്കിലും പക്ഷേ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വണ്ടി നല്ല അടിപൊളിയായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ പവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ത്രോട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ നമുക്ക് അത്ര ഒരു അതിൻ്റെ ആ ഒരു ശരിക്കത്തെ ഒരു വണ്ടീൻ്റെ ആ ഒരു പവറും കംഫർട്ടും കിട്ടുമെങ്കിലും എന്നാലും ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ഓവറോൾ ലുക്കായാലും അതേപോലെ പവറായാലും ബെസ്റ്റ് ഇൻ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഇൻബിൽഡായിട്ട് ചാർജിങ് സ്ലോട്ട് ഉണ്ട്. അതായത് ബ്രോ ഇവിടേക്ക് ഒന്ന് എടുത്ത് കാണിച്ചേ, ഇതാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആ ഒരു സ്ലോട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് കമ്പനി ശരിക്കും ഒരു ടൂറിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് മെറ്റിയോർ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ സ്പെക്കും ഈ വണ്ടീൻ്റെ അകത്തുണ്ട്. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മുടക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഫോണ് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡർ മാത്രം വെച്ചാൽ മതി. ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട് വണ്ടിക്കകത്തുണ്ട്. അത്രയും എന്താ പറയുക, ഒരു ഇന്നോവേറ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടിയാണിത്. അപ്പം ഇത്ര തന്നെയുള്ളൂ വണ്ടീനെ പറ്റിയിട്ട്. ഇപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മാസാണ്, അടിപൊളിയാണ്. റൈഡിങ് കംഫർട്ട് ആയാലും സസ്പെൻഷൻ ആയാലും ക്ലച്ച് ആയാലും വണ്ടീൻ്റെ എൻജിൻ റിഫൈൻമെൻ്റ് ആയാലും എല്ലാം ഒരു എന്താ പറയുക പുതിയൊരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി ഒരു ലോങ് ഡ്രൈവ് എല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കട്ട സപ്പോർട്ട് തരിക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ താഴെ അടിച്ചിടുക. ബൈ.